നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ജമൈക്കൻ സ്റ്റൈലിലുള്ള ഒരു പോറേജ് ആണ് കാണിക്കുന്നത്. കോൺമീൽ പോറേജ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് അവരുടെ ഒരു മെയിൻ ഐറ്റമാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓട്സൊക്കെ കാച്ചി കുടിക്കില്ലേ, അപ്പോൾ അതിന് പകരം നമുക്ക് കോൺമീൽ ഇതേപോലെ കാച്ചി കുടിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പോറേജും കൂടിയാണിത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കോൺമീൽ പോറേജിൻ്റെ പാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇത് 2 kg ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ അരിപ്പൊടിയില്ലേ, അതേപോലെ അത്രയ്ക്കും ഈ പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയുടെ ആ ഒരു പരുവമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ടെക്സ്ചർ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാനിവിടെ 1 കപ്പാണ് നമ്മൾ കോൺമീൽ പോറേജ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് തന്നെ മതിയാവും, നമുക്കൊരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ അത് മനസ്സിൽ വെച്ചാൽ മതി. ഒരു 4 പേരുടെ കണക്കാണ് കേട്ടോ 1 കപ്പ്. അപ്പോൾ ഞാൻ 1 കപ്പിലാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിപ്പം നാട്ടിലെല്ലാം അവൈലബിൾ ആയിരിക്കും, എനിക്കറിയില്ല, കിട്ടുമായിരിക്കും കേട്ടോ. കാര്യം ഓട്സൊക്കെ കിട്ടുമെങ്കിൽ ഇത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ വെള്ളത്തിന് ഇത് കണക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ടയില്ലാതെ ഇതിനെ നന്നായിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിന് ശരിക്കും നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കലക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ 4 കപ്പാണ് എടുക്കുന്നത്. എല്ലാം ഞാൻ ഇതേ കപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. 4 കപ്പ് വെള്ളം വെച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ഇനിയും വെള്ളം വേണം. അപ്പോൾ അത് ബാക്കി പാലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഓട്സൊക്കെ കാച്ചില്ലേ, അത് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 കപ്പ് വെള്ളം വെച്ച് തിളപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ നമ്മുടെ ബേ ലീഫില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇല ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 1 കഷ്ണം പട്ടയും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ പട്ടയുടെ പൊടി ഇടുന്നുണ്ട്, അത് പിന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കഷ്ണം ഇപ്പം ഇട്ട് കൊടുക്കാം, പിന്നെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കലക്കി വെച്ചിരിക്കുന്ന നമ്മൾ കോൺമീൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മളിനി കുക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മൊത്തം ഇനി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ലോ ഫ്ലെയിം ആയിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മൂട്ടിൽ ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അത് കട്ട കെട്ടാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇരിക്കുക. അതാണ് നിങ്ങൾക്കത്. ഇപ്പോൾ ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റുന്നുണ്ട് കേട്ടോ ഒന്ന്. കാരണം ഇനിയിപ്പം പാലൊക്കെ ഒഴിക്കുമ്പോൾ നിറഞ്ഞു പോവും. അതുകൊണ്ട് ശരിക്കും അങ്ങ് കുറച്ചുകൂടി വലിയ പാത്രം വേണമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടിൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, കോക്കനട്ട് മിൽക്ക്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നല്ല തേങ്ങ കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ടിൻ പാലെടുക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഫ്രഷ് തേങ്ങയൊക്കെ കിട്ടുമെങ്കിൽ അതിൻ്റെ കട്ടിപ്പാലായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ 1 കപ്പ് തന്നെയാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ കോക്കനട്ട് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതിനാണ്. അപ്പോൾ ഇത് ഒരു ജമൈക്കൻ സ്റ്റൈലിലുള്ള പോറേജാണ് ഞാൻ കാണിക്കുന്നത്. അവർ ചെയ്യുന്ന സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പാൽ വേണമെങ്കിൽ പാൽ ഒഴിക്കാം. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പാത്രം മാറ്റിയോ കേട്ടോ, കുറച്ചുകൂടെ വലിയ പാത്രം എടുത്തു. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഒഴിക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 1 കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. കാരണം ഇത് ഇരിക്കും തോറും കുറുകും, അത് നമ്മൾ ഓട്സ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പേ ഒഴിക്കുന്നുള്ളൂ പാല്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കോൺമീലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെ പട്ടയുടെ ഒരു പൗഡറാണ് കേട്ടോ. നമ്മുടെ സിനമൺ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു ചെറിയൊരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതും മറ്റേ സ്റ്റാർ ആനീസ് ഇല്ലേ, അത് രണ്ടും കൂടെ പൊടിച്ചത് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പം അത് രണ്ടും കൂടെ പൊടിച്ചതിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷുഗറിന് പകരം ഒന്നേ കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അതല്ലെങ്കിൽ ഷുഗർ ചേർക്കാം. അപ്പം പഞ്ചസാര ഒന്നും കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് വേണം അതെടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുമ്പോൾ കുട്ടികളൊക്കെ കുടിക്കും കേട്ടോ, നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ എനിക്കറിയാം അത് ഇച്ചിരി കുറച്ച് പ്രായമായിട്ടുള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പഞ്ചസാരയോ അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ഇട്ട് കുടിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അവർ ജമൈക്കൻ സ്റ്റൈലിൽ കാണിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പം നമ്മൾ സാധാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ അവസാനം ഇത് നമ്മുടെ നട്ട്മഗാണ്, നമ്മുടെ ജാതിക്കായാണ് കേട്ടോ. അപ്പം അതിൻ്റെ പൊടിച്ച ഒരു പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു ചെറിയൊരു ടീസ്പൂൺ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജാതിക്കയുടെ പൗഡറാണ് കേട്ടോ. അതിടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഈ പോറേജിന്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോറേജാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓട്സൊക്കെ കാച്ചി പ്രായമായിട്ടുള്ളവർക്ക് രാത്രി മിക്കവാറും ഓട്സ്, എൻ്റെ അമ്മയൊക്കെ ഓട്സ് ആയിരിക്കും ചിലപ്പോഴൊക്കെ കഴിക്കുന്നത്, എൻ്റെ വല്യമ്മ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓട്സിനൊക്കെ പകരം ഇത് നമുക്ക് കോൺമീൽ പോറേജ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ പോറേജ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ ഇത് സാധാരണ കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കഴിക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ കുറച്ച് ബ്ലൂബെറിയും കൂടെ ഇട്ട് ആണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം ഇടാം, അതല്ലെങ്കിൽ ആപ്പിൾ ഇടാം, എന്തെങ്കിലും ഫ്രൂട്ട്സ്, മാങ്ങ ഉണ്ടെങ്കിൽ അത് കുറച്ച് അരിഞ്ഞിടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട്സും ചെല്ലും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പോറേജാണ് കേട്ടോ ഇത്, കോൺമീൽ പോറേജ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് കുട്ടികൾക്കും വരെ കൊടുക്കാം കേട്ടോ, ഒരു പ്രയാസമില്ല. എന്ന് വെച്ചാൽ വളരെ സ്മൂത്തും പൊടിയുമായിട്ടുള്ളതായതുകൊണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് കുറുക്കായിട്ടും കോരി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സബ്ജക്റ്റായിട്ട് കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. Until then, bye and take care.